ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു അടിപൊളി പഴംപൊരി ആയാലോ? അതും അപ്പക്കാരോ അതുപോലത്തെ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കാത്ത നല്ല ബണ്ണ് പോലൊരു പഴംപൊരി. അപ്പം അതിനായിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു 4 പഴത്തിനുള്ള അളവാണ്. ഒരു കപ്പ് മൈദ. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം മധുരം ഉണ്ടാവും. കൂടുതൽ ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഇത് പാകത്തിനുള്ള മധുരമാണ്. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. കൂടാതെ 1 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതായത് 1-2 പിഞ്ച് ഉപ്പ് ഇട്ടെടുത്താൽ മതിയാവും. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അല്പമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ശേഷം നമുക്കിതാ മാവ് റെഡിയാക്കാം. അപ്പോൾ ഇതാ മാവ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ മാവ്. കാരണം അധികം ലൂസാവാനും അതുപോലെ തന്നെ അധികം ടൈറ്റ് ആവാനും പാടില്ല, എങ്കിലേ നല്ല പഴംപൊരി ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് ഞാൻ 4 ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അധികം പഴുക്കാത്ത പഴമാണ്. ഒരു മീഡിയം ലെവലിൽ മാത്രം പഴുത്ത പഴമാണ്. അധികം പഴുത്ത പഴം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലത്തെ പഴംപൊരി പഴം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് നമുക്ക് നീളത്തിൽ 3ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ ഈ 4 പഴവും നീളത്തിൽ 3ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ റെഡിയാക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടാക്കി എടുക്കുക. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പഴംപൊരി ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചെറിയ ക്രിസ്പിനെസ്സും ഒക്കെയുള്ള അടിപൊളി പഴംപൊരിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിൽ ഞാൻ പഴം ഒരു 4 പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇത് 2 സൈഡ് ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇത് കാണും പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.